ദൈവ വചനത്തിൽ അനേക ശക്തിയേറിയ പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. യബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കിയും നിൻ്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. അതെ, ശക്തമായ പ്രാർത്ഥന ദുഃഖത്തെ സന്തോഷമായി മാറ്റുവാൻ കഴിയുന്ന പ്രാർത്ഥന. സാധാരണഗതിയിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവരുടെ അമ്മമാർ വളരെ സന്തോഷിക്കും, കുടുംബാംഗങ്ങൾ വളരെ സന്തോഷിക്കും. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് തീർത്തും വ്യത്യസ്തമാകുന്ന ഒരു ചരിത്രമാണ്. യബ്ബേസിൻ്റെ അമ്മ യബ്ബേസിൻ്റെ മുഖത്ത് നോക്കി ഇവൻ വ്യസനപുത്രൻ എന്ന് പറഞ്ഞ് യബ്ബേസ് എന്ന് പേരിട്ടു. എന്നാൽ യബ്ബേസ് ആ വിഷയത്തിൽ ഒതുങ്ങിയിരിക്കുവാൻ തയ്യാറായില്ല. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതെ, നമ്മൾ മനസ്സിലാക്കുക, പലപ്പോഴും നമ്മുടെ കുടുംബാംഗങ്ങളോ പ്രിയപ്പെട്ടവരോ വിധി എഴുതുന്നത് പോലെയല്ല ദൈവം നമ്മെ നടത്തുന്നത്. 2, തിരിച്ചറിയുക, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിച്ചാൽ മനുഷ്യരുടെ വിധിയെ, മനുഷ്യരുടെ കണക്കുകൂട്ടലിനെ ദൈവം മാറ്റിത്തരും. യബ്ബേസ് ശക്തിയോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. ദൈവം അവനെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിച്ചു. അതുപോലെ തന്നെയാണ് ഏലിയാവിൻ്റെ ചരിത്രം പഠിക്കുമ്പോഴും നിർണായകമാകുന്ന ഘട്ടങ്ങളിൽ ഏലിയാവ് വളരെ പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നുപോയി. എന്നാൽ ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതെ, സ്വർഗത്തിൽ നിന്ന് തീയിറക്കത്തക്കവണ്ണം ദൈവം അവനെ ശക്തീകരിച്ചു. അതെ, അനേക പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, രോഗങ്ങൾ, അനർത്ഥങ്ങൾ, ആപത്തുകൾ, ഒറ്റപ്പെടലുകൾ ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന് വന്നേക്കാം. എന്നാൽ അതിൻ്റെ നടുവിലൊന്നും ക്ഷീണിച്ചു പോകേണ്ടുന്ന കാര്യമില്ല, തളർന്നു പോകേണ്ടുന്ന കാര്യമില്ല. ലോകം വിധി എഴുതി തള്ളുന്ന അനേക സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായി എന്ന് വന്നേക്കാം. എന്നാൽ ലോകത്തിൻ്റെ വിധികളെ മാറ്റുവാൻ ഉന്നതന് മേലൊരു ഉന്നതനും അതിനു മേലൊരു അത്യുന്നതനും നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് നാം മറന്നു പോകരുത്. ലോകത്തിൻ്റെ വിധികളെ, ലോകത്തിൻ്റെ കണക്കുകൂട്ടലുകളെ, ലോകത്തിൻ്റെ പ്ലാനുകളെ എൻ്റെ ദൈവം മാറ്റും. അത് യബ്ബേസിനു വേണ്ടി മാറ്റിയെങ്കിൽ, ഏലിയാവിനു വേണ്ടി മാറ്റിയെങ്കിൽ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള അനേക ഭക്തന്മാർക്ക് വേണ്ടി ദൈവം അപ്രകാരമുള്ള പ്ലാനുകളെ മാറ്റിയെങ്കിൽ, ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെയും കഷ്ടങ്ങളിലൂടെയും കടന്നു പോകുന്ന ദൈവ പൈതലേ,